പക്ഷിപ്പനി നിയന്ത്രണത്തിനെതിരെ ഹോട്ടൽ ഉടമകളുടെ സമരം ജില്ലയിൽ. പക്ഷിപ്പനി ബാധയെ തുടർന്ന് കോഴിയിറച്ചിയും മുട്ടയും വിൽപ്പന നിരോധിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച ജില്ലയിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് സമരം നടത്തുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. ശീതീകരിച്ച കോഴിയിറച്ചി ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ജില്ലയിലെ ഏകദേശം 1500 ഹോട്ടലുകൾ സമരത്തിൽ പങ്കുചേരും. പക്ഷിപ്പനി ബാധിത പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അസോസിയേഷൻ കളക്ടറുമായി ചർച്ച നടത്തി അനുമതി തേടിയത്. എന്നാൽ അനുകൂല നിലപാട് ലഭിക്കാത്തതിനാൽ സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കി. നിലവിലെ നിരോധനം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ അത് നീട്ടിയാൽ തുടർ സമരം ശക്തമാക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു. അതേസമയം വൻകിട ബ്രാൻഡഡ് സ്ഥാപനങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിട്ടില്ലെന്ന ആരോപണവും അസോസിയേഷൻ ഉയർത്തി. അവിടങ്ങളിൽ വിൽപ്പന നടക്കുമ്പോൾ നിയമം അവർക്ക് എന്തുകൊണ്ട് ബാധകമാകുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കണം എന്നായിരുന്നു അസോസിയേഷന്റെ ചോദ്യം. പക്ഷിപ്പനി പ്രതിരോധിക്കുന്നതിനായി നിശ്ചിത കാലയളവിൽ താറാവ് കൃഷി നിരോധിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് നാസർ ബി രാജ്, സെക്രട്ടറി മനാഫ് എസ് കുബാബ എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.